വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ എന്റെ റൂം ടൂർ ആണ് കേട്ടോ കാണിക്കണം. നിങ്ങൾ എല്ലാവരും എന്നെ ചോദിക്കാറുണ്ട് റൂം കാണിച്ചു തരുക, വീട് കാണിച്ചു തരുക എന്നൊക്കെ ചോദിക്കണം. വീട് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല, വെല്ലുവിളി നടക്കണല്ല. അപ്പൊ റൂം കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ റൂം. ഞാൻ ഈ റൂമിൽ കുറച്ച് പിന്നെയും മിനുക്ക് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്ന, ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങനത്തെ കുഞ്ഞു സ്റ്റിക്കറൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാ. ഇതിന്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാട്ടോ. ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ കയറി വരുമ്പോ ഇതുപോലെ ഉരുപ്പടി ഇവിടെ കിടന്നിട്ടുണ്ടാവും. ഇതല്ല, ഇതിപ്പോ ഇടിമിന്നൽ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ അകത്ത് കയറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ കയറ്റിയൊന്നുമില്ലേ. അപ്പൊ എനിക്കിത് അറിയത്തില്ല എടുക്കാൻ, എന്നാലും ഞാൻ എന്റേതായ രീതിയിൽ ഞാൻ പറയുന്നത്. കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടോ, ഇത് ഞാൻ ഇവിടെ ഫുള്ള് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഇത് കാണുമ്പോൾ ഭയങ്കര കൊതിയായി. ഇതെല്ലാം പറിച്ചുകൊണ്ട് പോകും. എപ്പോഴും ഇത് കൊണ്ടുപോയിട്ട് എൻ്റെ ആ റൂമിന്റെ ഇടയ്ക്ക് കൊണ്ട് വെക്കലാണ് ഇങ്ങനെ പണി. ഇതിൽ കുറെ കാറൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ കാറൊന്നും എന്റേതല്ല, അടിച്ചിട്ട കാറാണ് കേട്ടോ. ഇവിടെ അലങ്കരിക്കണം പറഞ്ഞ് കൊണ്ടുവന്ന് തന്നതാണ്. പിന്നെ എൻ്റെ ഒരു ഫൈറ്റർ ഉണ്ട്. ഫൈറ്റർ കണ്ട കാണാൻ പറ്റുമോ? കാണാവോ? ഇതാണ് എന്റെ ഫൈറ്റർ. ഇതിന് പേരൊന്നുമില്ല, നിങ്ങൾ പേരിട്ടു. പിന്നെ എന്റെ അപ്പയുടെ എന്റെ ഫോട്ടോ ഉണ്ട് ഇവിടെ. ഇതാണ് എന്റെ ഫേവറേറ്റ് ഫോട്ടോ. ഞാൻ അത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോയാണ് ഈ രണ്ടെണ്ണം. ഇതെന്റെ ബർത്ത്ഡേക്കും ഇത് ഒരു ക്രാഫ്റ്റ് ചെയ്യണ ഒരു കൊച്ചൊന്നും എനിക്ക് തന്നതാണ്. കണ്ട, ഇത് എന്റെ പൂർത്തിയാക്കാത്ത എന്റെ പെയിന്റാണ്, പെയിന്റിങ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇതാണ് പൂർത്തിയായിട്ടുള്ള എന്റെ പെയിന്റിങ്. ഇതാ ഫസ്റ്റ് ഞാൻ ചെയ്തതാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത് നല്ലോണം വന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത്. പക്ഷെ ഇത് കൊളായിപ്പോയി. പിന്നെ ഇത് ആർട്സ് ചെയ്ത പെയിന്റിങ് ആണ്. ഇത് പൂർത്തിയായതാക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടേബിള് ഇതിന്റെ കൂടെ ഉള്ളതല്ല കേട്ടോ. ഇത് ഞാൻ വേറേതായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിനെന്തോ 2000 എത്ര കാണിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ പാവണ്ട. ഇത് ഞാൻ എന്റെ സ്വന്തം കാശിന് മേടിച്ചല്ലേ. പിന്നെ ഇതാണ് എന്റെ മേക്കപ്പ് സാധനങ്ങൾ. അയ്യോ, ഇതൊന്നും കാണിക്കരുത്. ഇതൊന്നും ഞാൻ പ്രമോഷണം ചെയ്താലും ഞാനൊരു ഡോക്ടറെ കണ്ട് വാങ്ങിയ സാധനങ്ങൾ, അതുകൊണ്ട് ഇതൊന്നും ഞാൻ കാണിച്ചത്. ഓക്കെ, അടുത്തത് എന്റെ കൂട്ടണ പെട്ടി. ക്യൂട്ടായിട്ടുള്ള മണി സേവിങ് ബോക്സ് കാണാം. ഇതിനകത്ത് കാശൊന്നും ഇല്ല, കണ്ടില്ലേ, 1 രൂപ കൊടുക്കണം. പിന്നെ ഇത് ഞാനൊരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ 150 രൂപ ആയിട്ടു. ഇതിപ്പോ എല്ലാത്തിനും സാധനങ്ങളുടെ പൈസ പറയണോ. പിന്നെ ഇത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ എന്റെ പാവ. ഓക്കെ, ഇതിന്റെ വീഡിയോ ഉടനെ തന്നെ ഞാൻ ഇടണതായി. അടുത്തത് ഈ ഒരു സാധനം. എനിക്ക് ഇതുപോലത്തെ ടേബിൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഈ 2500 രൂപ മുടക്കാനുള്ള കാശില്ലാഞ്ഞുകൊണ്ട് ഈ റൂം പണിഞ്ഞ സമയത്ത് ഫസ്റ്റ് തന്നെ ഞാൻ വാങ്ങിച്ച ഇതായിരുന്നു ഏകദേശം രൂപയുള്ള സാധനം കിട്ടും. പക്ഷെ ഇപ്പൊ ഇത് ഞാൻ അധികം യൂസ് ആക്കണില്ല, ഇതുള്ളതുകൊണ്ട്. പക്ഷെ ഇനി ഇതൊന്നും കൂടി മിനുക്ക് പണി ചെയ്ത് എടുക്കണം. പിന്നെ ഇത് മഴ പെയ്യുമ്പോ വെള്ളം പിടിക്കുന്ന സാധനമാണ്. ഇവിടെ മഴ പെയ്യുമ്പോ വെള്ളം പിടിക്കാറുണ്ട്. പിന്നെ അടുത്തത് പറഞ്ഞു വരുമ്പോ 2 മിഷ്യൻ ഉണ്ട് എനിക്ക്. ഇത് ഓവർലോക്ക് ചെയ്യണ മിഷ്യനാണ്. ഇത് ഉഷയുടെ തന്നെ ഇതാ. പിന്നെ ഇത് പവർ മിഷ്യൻ. ഇതിനകത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണം. ഇപ്പൊ കൊറേ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നല്ല ക്യൂട്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ണം പൊക്കും. പിന്നെ ഇത് എന്താണ്? ഇത് കത്രികയുണ്ട. നമുക്കിത് പെട്ടെന്ന് മുറിക്കാൻ വേണേ കാണിച്ചാൽ ഇത് വേണ്ടത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിന്റെ വേറൊരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടുതരാവേ. ഇതിന് എത്രയായിരുന്നു? ഇത് നല്ലതാണ് കേട്ടോ. നമ്മൾ ഇങ്ങനത്തെ കത്രികനേക്കാൾ നല്ലത് ഈ ഒരെണ്ണമാണ്. മറ്റേതെന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ വളച്ചൊക്കെ എടുക്കുമ്പോൾ ആണെങ്കിൽ ഇത്തിരി തെറ്റിട്ട് പോലും. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വെട്ടാം. അപ്പൊ ഇത് നല്ലൊരു സാധനമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ഇരിപ്പുണ്ട്, അതൊന്നും കാണിക്കണ്ട. അയ്യോ, അത് ഇന്നലെ പിന്നെ എന്റെ താരത്തിന്റെ അതൊന്നും കാണിച്ചില്ല. പിന്നെ ഇതാണ് എന്റെ മിററിന്റെ കഥ ഞാൻ പറഞ്ഞതാണ്. ഞാൻ മിറർ വാങ്ങാൻ ഫ്ലിപ്കാർട്ടിൽ ഞാൻ നോക്കിയതാണ്. അപ്പൊ അതിന് 4000 രൂപ 5000 രൂപയൊക്കെ ആയിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി മിററൊക്കെ വെക്കുന്ന അടുത്തൊരു കടയിൽ ചെന്നപ്പോൾ എനിക്കിത് ഒരു 600 രൂപക്ക് കിട്ടി.
അപ്പൊ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഇതിൽ എനിക്ക് ഇവിടെ ക്ലേ ഒക്കെ കൊണ്ട് ഇത്തിരി സെറ്റ് ആക്കാനുണ്ട്. അത് കഴിയുമ്പോൾ ഇത് സെറ്റ് ആവും. ഓക്കെ, പിന്നെ എന്താ ഈ സ്റ്റിക്കറൊക്കെ ആദ്യമൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ മറ്റേ തുണിയായിരുന്നു. ഈ ഷീറ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടി, ഈ ഷീറ്റ് കേട്ടോ, ഇത് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് പട്ടിയായിരുന്നു പക്ഷെ മേടിച്ചു. ഈ സീറ്റ് കാണാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ഫസ്റ്റ് വൈറ്റ് കളറിലെ തുണി ഫുള്ള് ചുറ്റിയിട്ടാണ് അത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി കാശൊക്കെ ആയപ്പോ ഞാൻ മറ്റേ സിമന്റിന്റെ എന്താണ് പേര്, എന്തോ ഒരു പെട്ടി സിമന്റിന്റെ ബോർഡ് മേടിച്ച് ഞാൻ ഇവിടെ മൊത്തം ഒട്ടിച്ചല്ല സ്ക്രൂ ചെയ്ത് വെച്ചു. എന്റെ അച്ഛൻ സ്ക്രൂ ചെയ്തതാണ്. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പിന്നെയും പൈസ കിട്ടിയപ്പോ ഞാൻ പെയിന്റ് അടിച്ചു. അത് കഴിഞ്ഞ് കുറച്ചുകൂടി പൈസ കിട്ടിയപ്പോ സ്റ്റിക്കർ ഒട്ടിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും പൈസ കിട്ടിയപ്പോ ആ സ്റ്റിക്കർ വഴി ഈ സ്റ്റിക്കറാക്കി. ഈ അലമാരിയുടെ ബാക്കിൽ എന്റെ കുറെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ, പക്ഷെ അതൊന്നും കാണാൻ പറ്റില്ല ഈ അലമാരി. ഇനി ഇതെന്റെ ഒരു കസേര, ഇതൊരു വെള്ള കസേര. ഇതിന് എത്ര രൂപയൊന്നും എനിക്കറിയില്ല, മറന്നുപോയി. ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ ഗൈസ്, നിങ്ങൾ ലിങ്ക് എന്ന് പറയണം. ഞാൻ ലിങ്ക്. പിന്നെ ഇതെന്റെ രണ്ടാമത്തെ കസേര. ഇത് കാണിച്ചുണ്ട്, പക്ഷെ അവന് ഭയങ്കര നാണമാണ്, അതുകൊണ്ട് അവനെ എടുക്കണില്ല. ഇതാണ് എന്റെ ഫസ്റ്റത്തെ കസേര. ഇതിന് 5000 രൂപ. ഇതൊക്കെ നിങ്ങൾ, ഞാൻ പൈസ പറയണ എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങത്ര വിലക്കുറവുണ്ട്. ഇതിന് ശരിക്കും 10000 രൂപയൊക്കെ ആവും. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഈ ഒരു സാധനം, ഈ ടേബിൾ ഇതുപോലത്തെ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളോട്. അപ്പൊ ഇത് രണ്ടും കൂടി 15000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കിത് എത്ര രൂപ കിട്ടി? 6000 രൂപ കിട്ടി. ഓക്കെ, പാവയുണ്ട് ഇത് രണ്ടും. ഇതാണ് എന്റെ ഏറ്റവും വലിയ പാവകള്. എല്ലാരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പാവ എവിടെന്നാ വാങ്ങിക്കുന്നത്. ഇത് എനിക്ക് ആഡിസൺ ബർത്ത്ഡേക്ക് വാങ്ങി തന്നതാ. ഇത് എന്റെ 20ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്കും ഇതെന്റെ 21ാമത്തെ വയസ്സിലെ ബർത്ത്ഡേക്കുമാണ് ഈ രണ്ട് പാവ മേടിച്ചത്. ഇതാണ് എന്റെ അലമാരി. അലമാരിക്കകത്തൊരു സൂപ്പർ സാധനം, അതും കാണിച്ചു തരാം. കാഴ്ചത്തെ നോക്കണം. ഇത് ക്രോഷോട് ചെയ്യണ മെഷീനാണ് കേട്ടോ. ഇത് നല്ലൊരു സാധനമാണ്. നിങ്ങൾക്ക് ക്രോഷോഡിന്റെ ഡ്രസ്സൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് വാങ്ങിയാൽ നല്ലതാണ്. എനിക്ക് ഭയങ്കരമായിട്ട് യൂസാണ്. അതിൻ്റെ അകത്ത് ഇതെനിക്ക് എൻ്റെ സയനലാലും ഗിഫ്റ്റിലൊന്ന് ബർത്ത്ഡേക്ക് ഇതിനകത്ത് കുറെ മിഠായിയൊക്കെ ഉണ്ടാകും. പിന്നെ ഒരു ക്രോഷോഡിന് നൂലുണ്ട്, പിന്നെ ഫാബ്രിക് പെയിന്റ് ഉണ്ട്, പിന്നെ ടേപ്പ് ഉണ്ട്. ഇത്രേ ഉള്ളു. പിന്നെ അപ്പൊ എന്നെ റൂം ടൂർ കഴിഞ്ഞിട്ട് ഭയങ്കര ഫാസ്റ്റ് ആയെന്ന് എനിക്ക് തോന്നണം. ഇത്രയൊക്കെ ഇവിടെ കാണിക്കാനുള്ളു, അതുകൊണ്ടാണ്. അപ്പൊ ഇതെല്ലാം ടാറ്റ പറയും, കളിക്കാനല്ലോ ടാറ്റ പറയും.